അരങ്ങേറ്റ താരത്തിന്റെ സെഞ്ചുറിക്കായി കാത്തിരുന്നവർ ആ നിമിഷം നിങ്ങളെ ശപിച്ചു കാണും ജഡേജ. താങ്കളുടെ അശ്രദ്ധയോ സ്വാർത്ഥതയോ കാരണം ചരിത്രത്തിന് നഷ്ടമായത് ഒരു അരങ്ങേറ്റക്കാരന്റെ സ്വപ്ന തുല്യമായ ഇന്നിംഗ്സ് ആണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദേശീയ ടീമിലേക്ക് ലഭിച്ച അവസരം നന്നായി മുതലെടുത്താണ് സർഫറാസ് ഖാൻ ആരംഭിച്ചത്. സെഞ്ചുറി ഇന്നിംഗ്സിന് ശേഷം പുറത്തായ ഇന്ത്യൻ ക്യാപ്റ്റന് പിന്നാലെ ക്രീസിൽ ഇറങ്ങുമ്പോൾ സർഫറാസിന്റെ മനസ്സിൽ അരങ്ങേറ്റം മിന്നിക്കണമെന്ന ചിന്ത മാത്രമായിരിക്കാം. അനിൽ കുംബ്ലെയിൽ നിന്ന് ടെസ്റ്റ് ക്യാപ്പ് അണിയുമ്പോൾ തന്റെ പിതാവിന്റെ കണ്ണിൽ നിന്ന് വീണ ആനന്ദ കണ്ണീരും സർഫറാസിന്റെ ലക്ഷ്യത്തിന് ഊർജമായിരിക്കാം. ഒരു അരങ്ങേറ്റക്കാരന്റെ പതർച്ചയോ പരിചയക്കുറവോ ഇല്ലാതെയാണ് സർഫറാസ് ബാറ്റ് വീശിയത്. കഴിവ് തെളിയിക്കാൻ ഒരുപാട് ഇന്നിംഗ്സുകളുടെ ആവശ്യമില്ല, അതിന് ഒരൊറ്റ ഇന്നിംഗ്സ് മതിയെന്ന് തെളിയിക്കാൻ സർഫറാസ് ഖാന് അതിവേഗം കഴിഞ്ഞു. അർദ്ധ സെഞ്ചുറി പിറന്നത് വെറും 48 പന്തുകളിൽ നിന്ന്. സ്വന്തമായതോ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ അതിവേഗം അർദ്ധ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും. ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ സർഫറാസ് ജഡേജയെ കാഴ്ചക്കാരനാക്കി വീണ്ടും ആക്രമണം ആരംഭിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ തന്നെ ഒരു സെഞ്ചുറി നേടുമെന്ന് തോന്നിച്ച സമയത്താണ് നിർഭാഗ്യം റൺഔട്ടിന്റെ രൂപത്തിൽ അവതരിച്ചത്. സ്വന്തം സ്കോർ 90 കടന്നതിന് ശേഷം സെഞ്ചുറി മാത്രം ലക്ഷ്യമിട്ടാണ് ജഡേജ ബാറ്റ് വീശിയത്. ജെയിംസ് ആൻഡേഴ്സന്റെ പന്ത് മിഡോണിലേക്ക് തട്ടിയിട്ട ജഡേജ സിംഗിളിനായി ശ്രമിച്ചു. സർഫറാസ് ഓടി തുടങ്ങിയെങ്കിലും ജഡേജ വേഗം ക്രീസിലേക്ക് തിരിച്ചു കയറി. മുന്നോട്ടോടി തുടങ്ങിയ സർഫറാസ് തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും മാർക്ക് വുഡിന്റെ ഡയറക്റ്റ് ഹിറ്റിൽ തുടക്കക്കാരന്റെ മിന്നും പ്രകടനത്തിന് അവസാനമായി. ആ ഇന്നിംഗ്സ് തുടർന്നിരുന്നെങ്കിൽ അതൊരു സെഞ്ചുറി ആയി മാറിയേക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. അനാവശ്യ റണ്ണൌട്ടിൽ ദേഷ്യപ്പെട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ക്യാപ്പ് വലിച്ചെറിയുകയും ചെയ്തു. എല്ലാ ഇന്ത്യൻ ആരാധകരുടെയും വികാരമാണ് അപ്പോൾ രോഹിത് പ്രകടിപ്പിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണം. തന്റെ ആദ്യ ടെസ്റ്റിൽ തന്നെ ഒരേ സമയം മാസും ക്ലാസും കലർന്ന തകർപ്പൻ ഇന്നിംഗ്സ് കാഴ്ചവെച്ച സർഫറാസ് വരാനിരിക്കുന്ന ഒരുപാട് മികച്ച ഇന്നിംഗ്സുകളുടെ സൂചന നൽകിയാണ് മടങ്ങിയത്. റണ്ണൌട്ട് തന്റെ പിഴവാണെന്ന് ജഡേജ കുറ്റസമ്മതം നടത്തിയെങ്കിലും ചരിത്രത്തിൽ ആ പിഴവ് എന്നും ഒരു നഷ്ടമായി തന്നെ അടയാളപ്പെടും.